ജനാധിപത്യത്തിൻ്റെ നാലാം തൂണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമരംഗം ഇന്ന് ഇന്ത്യയിൽ എവിടെ നിൽക്കുന്നു? റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് പുറത്തുവിട്ട 2026 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിലെ ഇന്ത്യയുടെ സ്ഥാനം ചർച്ചയാവുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് നാം അവകാശപ്പെടുമ്പോഴും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ നില ആശങ്കാജനകമാണ്. 2026 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പ്രകാരം 180 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 157 സ്ഥാനത്താണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നത് ഗൗരവകരമാണ്. മാധ്യമപ്രവർത്തകർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം, രാഷ്ട്രീയ സ്വാധീനം, നിയമപരമായ സംരക്ഷണം, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ എന്നിങ്ങനെ 5 മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ റാങ്കിംഗ് കണക്കാക്കുന്നത്. ഇതിൽ മിക്ക മേഖലകളിലും ഇന്ത്യ പിന്നിലാണെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്രയും താഴേക്ക് പോകുന്നത്? അതിന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്ന ചില പ്രധാന കാരണങ്ങളുണ്ട്. രാഷ്ട്രീയ ധ്രുവീകരണം. മാധ്യമ സ്ഥാപനങ്ങൾ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങുന്നു എന്ന ആക്ഷേപം ശക്തമാണ്. സുരക്ഷാ ഭീഷണി. സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, ഭീഷണികൾ, ഓൺലൈൻ പീഡനങ്ങൾ എന്നിവ വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് സുരക്ഷ കുറവാണ്. നിയമപരമായ സമ്മർദ്ദങ്ങൾ. രാജ്യദ്രോഹ കുറ്റങ്ങളും മറ്റ് കഠിനമായ നിയമങ്ങളും മാധ്യമപ്രവർത്തകർക്കെതിരെ പ്രയോഗിക്കപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഇത് സ്വതന്ത്രമായ റിപ്പോർട്ടിങ്ങിനെ ഭയപ്പെടുത്തുന്നു. നമ്മുടെ അയൽ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പോലും ഇന്ത്യയുടെ സ്ഥാനം പലപ്പോഴും പിന്നിലാണ്. നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ പട്ടികയിൽ ഒന്നാമത് നിൽക്കുമ്പോൾ ഇന്ത്യയെപ്പോലൊരു രാജ്യം 157 സ്ഥാനത്ത് എത്തുന്നത് ആഗോളതലത്തിൽ രാജ്യത്തിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്നു. സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം ഇല്ലാത്ത ഒരു രാജ്യം എങ്ങനെ പൂർണ്ണമായ ജനാധിപത്യം അവകാശപ്പെടും എന്ന ചോദ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യം കുറയുന്നത് കേവലം മാധ്യമപ്രവർത്തകരെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. അത് സാധാരണക്കാരായ ജനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഭരണകൂടത്തിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടാൻ ആരുമില്ലാത്ത അവസ്ഥ വന്നാൽ അത് ഏകാധിപത്യത്തിലേക്ക് വഴിമാറും. ജനങ്ങൾ കൃത്യമായ വിവരങ്ങൾ ലഭിക്കാതെ വരും. വ്യാജ വാർത്തകൾ പ്രചരിക്കുകയും ചെയ്യും. ജനാധിപത്യം ആരോഗ്യകരമായി നിലനിൽക്കാൻ വിമർശനങ്ങളും സ്വതന്ത്രമായ മാധ്യമ ഇടപെടലുകളും അനിവാര്യമാണ്. 157 സ്ഥാനം എന്നത് വെറുമൊരു നമ്പറല്ല, മറിച്ച് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളിയുടെ സൂചനയാണ്. ഭരണകൂടവും മാധ്യമ ഉടമകളും പൊതുജനങ്ങളും ഒരുപോലെ ചിന്തിക്കേണ്ട സമയമാണിത്. ഭയമില്ലാതെ സത്യം വിളിച്ചു പറയാനുള്ള സാഹചര്യം മാധ്യമങ്ങൾക്കുണ്ടാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.